ആകാശവാണി, സ്വർഗം, ഭൂമി, നരകം. വാർത്തകൾ വായിക്കുന്നത് പാപ്പച്ചൻ. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്വർഗത്തിൽ നിന്ന് പിതാവ് അരുളി ചെയ്യുന്നു. ചില പരിഭാഷകൾ വായിക്കുമ്പോൾ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാണ്. പാപികളും ദോഷികളുമായിരുന്ന, വക്രതയും കോട്ടവുമുള്ള, ദോഷവും വ്യഭിചാരമുള്ള, നാശകരമായി കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലുമായിരുന്ന, അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടന്ന മനുഷ്യൻ്റെ പാപക്ഷമയ്ക്ക്, പാപമോചനത്തിന്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ മാനവകുലത്തിന് മുഴുവൻ രക്ഷ നൽകി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന മനുഷ്യന് സ്വസ്ഥത നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാതെ ജീവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവഭവനത്തിൻ്റെ മക്കളായി മാറുന്നു, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി മാറുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമിൽ നിന്നും പൗലോസ് നമ്മോടൊപ്പം ചേരുകയാണ്. റോമാലേഖനം 6:21 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമെത്രേ. യെഹെസ്കേലിൻ്റെ പുസ്തകം 18:20 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ജഡത്തിന് ചിന്ത മരണം എന്ന് റോമാലേഖനം 8:5 വായിക്കുക. റോമാലേഖനം 10:9 വരുമ്പോൾ പൗലോസ് പറയുക, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഈ ലോകത്തുള്ള സകല മാനവകുലവും പാപപരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത പിതാവിൻ്റെ വലത്തുഭാഗത്ത് തൻ്റെ ജനത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു, യേശു മധ്യാകാശത്തിൽ വരും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുക്രിസ്തുവിലെ വീണ്ടും ജനം പ്രാപിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ദാവീദ് നമ്മോടൊപ്പം ചേരുകയാണ്. സങ്കീർത്തന പുസ്തകം 24:1: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമി മനുഷ്യന് പാർക്കുവാൻ. യെശയ്യാവ് 45:18. എന്നാൽ ആദാമി വർഗത്തിൻ്റെ പാപം മുഖാന്തരം ഭൂമി മുള്ളും പറക്കാനെയും കൊണ്ട് ശപിക്കപ്പെട്ട ഭൂമിയായി മാറി. ശപിക്കപ്പെട്ട ഭൂമിയിലായിരിക്കുന്ന സകല ജനങ്ങളും പാപത്തിന് പരിഹാരം വരുത്തി ആ ദൈവരാജ്യത്തോട് ചേരുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരികയാണ്. തുടർന്ന വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യനെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ പത്മോസിൽ നിന്ന് യോഹന്നാൻ നമ്മോട് ചേരുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവൻ ഈ തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് പത്മോസിൽ നിന്ന് യോഹന്നാൻ നമ്മോട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 20:15 കാണാം. വെളിപ്പാട് പുസ്തകം 21:7 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ ഏവർക്കും, ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യിലത്രേ. അതെ, ഈ മരണത്തിൽ പങ്കാളിയായാൽ മനുഷ്യൻ്റെ നിത്യമായ നാശം അവന് ചെന്നെത്തുവാൻ കഴിയുന്നത് നരകത്തിലായിരിക്കും. നരകത്തിൽ നമ്മെ വിടിവിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നരകത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, നരകയാതനയിൽ നിന്ന് ആ ശിക്ഷാവിധി മോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യമായി സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതേ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഏകനാമം യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രം. പല നാമങ്ങളും പല കർത്താക്കന്മാരും ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രമേ കഴിയുള്ളൂവെന്ന് സത്യവേദപുസ്തകം നമ്മെ ഓർമ്മിക്കുകയാണ്. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള സകല ജനത്തിന് നൽകുവാനുള്ള
രക്ഷയുടെ സന്ദേശമാണ് സത്യവേദ പുസ്തകം നൽകുന്നത്. ഈ വാർത്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വന്ന് പാപത്തിന് പരിഹാരം വരുത്തി നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.